നടിയെ ആക്രമിച്ച കേസിൽ വിധിയുടെ പകർപ്പ് പുറത്ത്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി. ഒന്നാം പ്രതി പൾസർ സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയതിന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ തെളിവുകൾ തള്ളി. ദിലീപ് പണം നൽകിയതിന് തെളിവില്ലെന്നും കോടതി വിധി പകർപ്പിൽ പറയുന്നുണ്ട്. KM ഉമേഷ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്നത്? പൂർണ്ണരൂപം എങ്ങനെ? 1500 പരം പേജുള്ള വിധിയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ പ്രധാനമായും ചുമത്തിയത് ഗൂഢാലോചന കുറ്റമായിരുന്നു. 120B, അതായത് ഒന്നാം പ്രതിയായ പൾസർ സുനിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായി കൊട്ടേഷൻ നൽകിയതാണ് ഈ കുറ്റകൃത്യം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ആ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിധി പകർപ്പിൽ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നത് പൾസർ സുനിയുടെ മൊഴിയും അത്തരത്തിലുണ്ടായിരുന്നു. പണം നൽകി, കൊട്ടേഷൻ നൽകാനായി പണം നൽകി എന്നുള്ളതായിരുന്നു. 1.5 കോടിയുടെ കൊട്ടേഷനാണ് എന്നൊക്കെ മൊഴിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പണം നൽകിയതിന് ഒരു തെളിവുമില്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടിരിക്കുന്നത്. പണം നൽകിയതിന് തെളിവില്ല എന്ന് ഈ വിധിന്യായത്തിൽ കോടതി പറയുന്നു. ഇത് കൂടാതെ ജയിലിൽ നിന്നും പൾസർ സുനി ഫോൺ വിളിച്ചതായിട്ടുള്ള കണ്ടെത്തലിനെ കുറിച്ചും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അങ്ങനെ ഫോൺ വിളിച്ചതിനും തെളിവില്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ഈ വിധിന്യായത്തിൽ പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 2 കണ്ടെത്തലുകൾ, പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾ കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. മറ്റൊന്ന്, ജയിലിൽ നിന്ന് സുനി ദിലീപിന് കത്തയച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതും കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, സുനി ഈ പൾസർ സുനിയുടെ ഒരു മൊഴി അനുസരിച്ച് ആദ്യം ഒരു സ്ത്രീയാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ദിലീപാണ് കൊട്ടേഷൻ നൽകിയതെന്ന് സുനി മാറ്റി പറഞ്ഞു. ഈ സുനി പറയുന്ന സ്ത്രീയെ കുറിച്ച് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇരുവരും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 8ാം പ്രതിയായിരുന്ന ദിലീപ് വിവിധ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായുള്ള പ്രോസിക്യൂഷൻ ആരോപണവും കോടതി തള്ളുകയാണ്. ഈ ആരോപണം കോടതി കണക്കിലെടുത്തില്ല എന്ന് മാത്രമല്ല, ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാകും എന്നാണ് കോടതി ഇപ്പോൾ ഈ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. എന്നാൽ ദിലീപിന്റെ അറസ്റ്റ് ചെയ്തത് തന്നെ നിയമവിരുദ്ധമാണെന്നൊരു നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നു. കാരണം ഹാജരാക്കിയ തെളിവുകളൊന്നും ഈ ഗൂഢാലോചന തെളിയിക്കാൻ പ്രാപ്തമല്ല എന്നുള്ളതാണ് ഈ വിധിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ പ്രോസിക്യൂഷന്റെ ഈ തെളിവുകൾ, ആ തെളിവുകളുടെ അഭാവത്തിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന നിരീക്ഷണത്തോടെ തന്നെയാണ് ഇപ്പോൾ ഈ ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഈ വിധിയിൽ പറയുന്നത്. ഏതാണ്ട് 1500 പരം പേജുകളുള്ള വളരെ ബൃഹത്തായ ഒരു വിധിന്യായമാണ്. അതിലെ ചില ഭാഗങ്ങളാണ്, ദിലീപിനെ കുറ്റമുക്തമാക്കിയ ഭാഗങ്ങളുടെ ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചത്. ഉമേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിലേറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഉമേഷ് പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം കണ്ടെത്തിയ പല കാര്യങ്ങളും അവർക്കത് കോടതിയിൽ തെളിയിക്കാനായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമേഷ്, ഈ കേസിന്റെ തന്നെ 2ാമതൊരു ഭാഗം ആരംഭിക്കുന്നത് സംവിധായകനായിരുന്ന അന്തരിച്ച ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോട് കൂടിയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ നടത്തിയ ഗൂഢാലോചന, അത് ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളോടക്കം ഹാജരാക്കുകയും പിന്നീട് അത് കോടതിയുടെ പരിഗണനയിൽ വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം സംഭവവുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട് ഈ വിധി പകർപ്പിൽ? കൂടുതൽ ഭാഗങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വരണം. ഇപ്പോൾ ഈ പുറത്തു വന്ന ഭാഗങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ഒരുപക്ഷെ അക്കാര്യത്തിൽ ബാലേന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലും ദിലീപിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ പര്യാപ്തമായ തെളിവുകളില്ല എന്നുള്ള നിരീക്ഷണം തന്നെയായിരിക്കണം കോടതി നടത്തിയിട്ടുണ്ടാകുക. കാരണം ഇത് വലിയ ബൃഹത്തായ ഒരു വിധിന്യായമാണ്. 1500 പരം പേജുകളുണ്ട്. അതിൽ പുറത്തു വന്ന ചില ഭാഗങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ദിലീപിനെതിരെ പ്രധാനമായും ചുമത്തിയത് ഗൂഢാലോചന കുറ്റമാണ്. പക്ഷെ ആ ഗൂഢാലോചന നിലനിൽക്കില്ല എന്ന് കോടതി കാണുന്നു. അതിന് എന്തുകൊണ്ട് ഗൂഢാലോചന നിലനിൽക്കില്ല എന്നതിന്റെ ചില കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതാണ് ഇപ്പോൾ പങ്കുവച്ചത്. കാരണം ഈ പ്രധാനമായും ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ, അതിലൊന്ന് ഫോൺ വിളിയായിരുന്നു, 2ാമത്തേത് കൊട്ടേഷൻ നൽകി എന്നുള്ള ആരോപണമായിരുന്നു. ജയിലിൽ നിന്നടക്കം കത്തെഴുതുകയും ഫോൺ വിളിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളൊന്നും കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേരുകൾ സഹിതം പരാമർശിച്ച ചില നിരീക്ഷണങ്ങളൊക്കെ പ്രാഥമികമായി ഇതിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകുമ്പോൾ കാണുന്നുണ്ട് ഉമേഷ്. അത്തരം വിശദാംശങ്ങളിലേക്ക് കൃത്യമായി കടക്കാനാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ?
അത് കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിധിയുടെ പൂർണ്ണമായ രൂപം അത് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒട്ടേറെ പേജുകളുണ്ട്, 1500-ൽ പരം പേജുകളുണ്ട്. അതിൽ പ്രധാനമായും ദിലീപിനെ എന്തുകൊണ്ട് കുറ്റമുക്തനാക്കി എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത്. അതിലെ ചില ഭാഗങ്ങളാണ് പങ്കുവച്ചത്. ഈ ദിലീപിന്റെ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ് എന്ന തരത്തിലടക്കം ഉള്ള ചില നിരീക്ഷണങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ട് കൂടുതൽ പേജുകൾ പരിശോധിക്കേണ്ടതുണ്ട്. വലിയ ബൃഹത്തായ വിധിന്യായമാണ്. അത് വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഒന്നാം പ്രതിയുമായി നടത്തിയ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല, അങ്ങനെ ആ തരത്തിൽ ദിലീപിനെ ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോടതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളും കോടതി തള്ളുകയാണ്. ആകാശം ഇടിഞ്ഞു വീണാലും ഈ കേസിൽ നീതി നടപ്പാകും എന്നൊക്കെയാണ് കോടതി നിരീക്ഷിക്കുന്നത്. എന്തായാലും ഇതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ദിലീപിനെ എതിരെ തെളിവില്ല എന്ന് കണ്ട് കോടതി 8ാം പ്രതിയായിരുന്ന ദിലീപിനെ വെറുതെ വിട്ടത്. ഉമേഷ്, ഇതിൽ ഇപ്പോൾ ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കോടതി പറയുന്നത്. അപ്പോൾ പൾസർ സുനി ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപിനെ പലതവണ ഇപ്പോൾ ചില സിനിമയുടെ ലൊക്കേഷനിലടക്കം പോയി കാണുകയും അതിനു മുൻപ് ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലൊക്കെയും പൂർണ്ണമായും കോടതി തള്ളുകയാണോ? അതിലേക്കൊന്നും ദിലീപിന്റെ പങ്കാളിത്തം എത്തിക്കാനാകുന്നില്ല എന്നതാണോ കോടതി പറയുന്നത്? അതെ, അതെല്ലാം പൂർണ്ണമായി തന്നെ കോടതി തള്ളുകയാണ്. ഇങ്ങനെ പല ഇടത്ത് കണ്ടു എന്ന് പറയുന്നതിനും അതൊന്നും സാധൂകരിക്കത്തക്ക പ്രധാനപ്പെട്ട തെളിവുകളൊന്നും അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. അത് അക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ദിലീപിനെ ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്നിപ്പോൾ കോടതി അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് എത്തുന്നത്. ഈ ഫോൺ വിളിച്ചതിനോ അല്ലെങ്കിൽ കത്തെഴുതി ദിലീപിന്റെ അടുത്ത് എത്തിച്ചു തുടങ്ങിയ അതാണ് പ്രധാന പല തെളിവുകളായി ഇതിനു മുമ്പ് പുറത്തു വന്ന പ്രധാനപ്പെട്ട തെളിവുകൾ അതെല്ലാമായിരുന്നു. പക്ഷെ അതൊന്നും ദിലീപിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ പര്യാപ്തമായതല്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. ആ അർത്ഥത്തിൽ തന്നെയാണ് കോടതി ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. ഈ ജഡ്ജിമാരെ സ്വാധീനിക്കാനടക്കം ശ്രമിച്ചു എന്നടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അതിലൊക്കെ കോടതി അന്ന് ആ ഘട്ടത്തിലൊക്കെ വിശദമായ വാദം ഒക്കെ കേൾക്കുകയുണ്ടായി. അന്ന് തന്നെ കോടതി അത്തരത്തിൽ ചില നിരീക്ഷണങ്ങൾ ഇതെല്ലാം പര്യാപ്തമാണോ എന്നുള്ള ചില സംശയങ്ങൾ അന്ന് തന്നെ കോടതി പ്രകടിപ്പിച്ചിരുന്നതാണ്. മുഴുവൻ കാര്യങ്ങളും വിചാരണ കാലയളവിൽ ആർക്കും തന്നെ അത് കാണാൻ കഴിഞ്ഞിട്ട്, കാരണം അടച്ചിട്ട മുറിയിൽ നടന്ന വിചാരണയാണ്. വാദപ്രതിവാദങ്ങളെല്ലാം അടച്ചിട്ട കോടതി മുറിക്കകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ആർക്കും ഒരു വ്യക്തമില്ലായിരുന്നു. ഇതിപ്പോൾ വിധിന്യായം പുറത്തു വരുമ്പോഴാണ് കോടതി എന്താണ് അന്നത്തെ വാദപ്രതിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചാണ് ഈ വിധിന്യായത്തിലൂടെ പുറത്തു വരുന്നത്. ഇനിയും ഇതിന്റെ വിശദാംശങ്ങൾ ഒട്ടേറെ പുറത്തു വരേണ്ടതുണ്ട്. പ്രാഥമികമായി കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചത്.